തലസ്ഥാന നഗരിയെ നടുക്കിയ ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണ കേസിൽ അണിയറയിൽ അതീവ നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കേസിൽ പ്രതികളെ പൂട്ടാൻ പോലീസ് കടുത്ത തന്ത്രങ്ങൾ ഒരുക്കുമ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും പോലീസ് ഉന്നതരിലും വലിയ ചലനങ്ങളാണ് ഇത് സൃഷ്ടിക്കുന്നത്. പൊടിക്കുന്നടങ്ങണം എന്ന കർശനമായ സന്ദേശം നൽകിക്കൊണ്ട് പോലീസ് മേധാവികളെ പോലും വിറപ്പിക്കുന്ന തരത്തിലുള്ള കടുത്ത നിയമയുദ്ധത്തിനാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ കളമൊരുക്കുന്നത്. ഇ.ഡി. ഉദ്യോഗസ്ഥരെ കായികമായി ആക്രമിച്ച കേസിൽ പോലീസ് പെട്ടെന്നൊന്നും കുറ്റപത്രം സമർപ്പിക്കില്ല എന്ന നിർണായക തീരുമാനമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിനിർണായകമായ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും ഡിജിറ്റൽ തെളിവുകളും ലഭിക്കാൻ വൈകുന്ന സാഹചര്യത്തിലാണ് നീട്ടിവെക്കുവാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കേസ് കൂടുതൽ സങ്കീർണമായ നിയമ പോരാട്ടങ്ങളിലേക്ക് നീങ്ങുമെന്ന വ്യക്തമായ സൂചനയാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്നത്. തിടുക്കത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് പ്രതികൾക്ക് നിയമപരമായി രക്ഷപ്പെടാൻ വഴി തുറക്കുമെന്ന ആശങ്ക ഉയർന്നതിനെ തുടർന്നാണ് പോലീസിന്റെ ഈ തന്ത്രപരമായ പിൻവാങ്ങൽ നടന്നിരിക്കുന്നത്. കേസിൽ യാതൊരുവിധ വീഴ്ചകളും വരുത്താതെ സമഗ്രവും കുറ്റമറ്റതുമായ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം മാത്രം കോടതിയിൽ കുറ്റപത്രം നൽകിയാൽ മതി എന്ന ഉന്നത നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ ഈ പുതിയ തീരുമാനം. CPMന്റെ ഉന്നതതല ഗൂഢാലോചനയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ഇ.ഡി. ഇതിനകം തന്നെ ആവർത്തിച്ച് ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ കൃത്യമായ തെളിവുകളോടെ പ്രതികളെ നിയമത്തിന് മുന്നിൽ പരമാവധി തളച്ചിടുക എന്ന ലക്ഷ്യത്തോടെയാണ് കടുത്ത തന്ത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി കേസ് അന്വേഷണത്തിൽ വലിയൊരു മാറ്റത്തിന് പോലീസ് തുടക്കമിടുകയാണ്. ഇ.ഡി. ഉദ്യോഗസ്ഥരെ കായികമായി ആക്രമിച്ച കേസും ഇതേ സംഭവത്തിൽ തുടർച്ചയായിട്ട് സ്ഥലത്തെത്തിയ പോലീസുകാരെ ആക്രമിച്ച കേസും വെവ്വേറെയായിട്ടായിരുന്നു പോലീസ് ആദ്യം കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ഇവ രണ്ടും ഒരൊറ്റ സംഭവത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഒന്നിച്ചു കൊണ്ടുപോകുവാനാണ് പോലീസിന്റെ ആലോചന. കൂടുതൽ പ്രതികൾക്ക് ജാമ്യം കിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. ക്രമസമാധാന പാലകർക്ക് നേരെയുണ്ടായ ആക്രമണവും കേന്ദ്ര ഏജൻസികളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുമായ രണ്ട് കേസുകളും ഒന്നിച്ചു ചേർത്ത് ഒറ്റ കുറ്റപത്രമായിട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് ഇപ്പോൾ പോലീസ് നീക്കം നടത്തുന്നത്. ഇത് പ്രതികൾക്കും ജാമ്യം ലഭിക്കുന്നതിനും കേസിന്റെ ഗൗരവം കുറയ്ക്കുന്നതിനുമുള്ള സാധ്യതകൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുമെന്നാണ് പോലീസും കരുതുന്നത്. ആക്രമണം നടന്ന സ്ഥലത്തു നിന്നും ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകളുടെയും പ്രതികളിൽ നിന്നും പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും പരിശോധന ഫലമാണ് ഇനി പോലീസിന് ലഭിക്കാനുള്ളത്. സൈബർ സെല്ലിന്റെയും സ്റ്റേറ്റ് ഫോറൻസിക് ലബോറട്ടറിയുടെയും പക്കലുള്ള ഈ റിപ്പോർട്ടുകൾ കേസിൽ അതീവ നിർണായകമാണ്. സംഭവ സമയത്ത് CCTV ദൃശ്യങ്ങൾ, മൊബൈൽ ഫോൺ രേഖകൾ, ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളിലെ വിരലടയാളങ്ങൾ എന്നിവയുടെ ശാസ്ത്രീയ സ്ഥിരീകരണം കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഈ പരിശോധനാ ഫലങ്ങൾ ഔദ്യോഗികമായി കൈപ്പറ്റിയ ശേഷം മാത്രമേ കുറ്റപത്രത്തിന്റെ അന്തിമരൂപം തയ്യാറാക്കാനാവുകയുള്ളൂ. ഇത് സിറ്റി പോലീസ് ഉന്നതർ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. അതേസമയം കേസിൽ പ്രതികളുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ഹൈക്കോടതിയിൽ പുരോഗമിക്കുകയുമാണ്. കേസിൽ നേരത്തെ ജാമ്യം ലഭിച്ച 9ാം പ്രതി ഹരീഷ് കുമാറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദമായ വാദം കേൾക്കാതെ പ്രതിയുടെ ജാമ്യം പെട്ടെന്ന് റദ്ദാക്കാനാകില്ല എന്ന് വ്യക്തമാക്കിയ കോടതി 9ാം പ്രതിക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടു. പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ കൂടി കേട്ട ശേഷം മാത്രമേ ജാമ്യം റദ്ദാക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കൂ എന്ന് കോടതി അറിയിച്ചു. നിയമത്തിന്റെ എല്ലാ വഴികളും അടച്ച പ്രതികളെ അഴിക്കുള്ളിലാക്കാൻ പോലീസ് ഡിജിറ്റൽ തെളിവുകൾക്കായി കാത്തിരിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഈ കേസ് കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റുകൾ ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.